മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും കോഴിക്കോട് മുക്കം കാരശ്ശേരി ദേശത്ത് ഗ്രാമീണ സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ, പ്രകൃതി സുന്ദരമായ അന്തരീക്ഷത്തിൽ അടിതിറക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. പുനർനിർമ്മാണം കഴിഞ്ഞ് അതിൻ്റെ താക്കോൽ ദാന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. താക്കോൽ ദാന ചടങ്ങ് നടത്തുന്നത് ഹിമാലയ സാനുക്കളിലെ ക്ഷേത്രമായ ബദ്രീനാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി റാവൽജിയാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. ക്ഷേത്രം അധികൃതരും ഊരായ്മക്കാരും ട്രസ്റ്റി ബോർഡ് അംഗങ്ങളും എല്ലാവരും ചേർന്ന് ഈ റാവൽജിയെ പൂർണ്ണകുംഭം നൽകി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു. ഇദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം അമ്പലത്തിൻ്റെ താക്കോൽ ദാന ചടങ്ങ് നിർവഹിക്കുന്നതാണ്. നരസിംഹമൂർത്തയേ നമ. നമ്മൾ ഇവിടെ പുനഃപ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ച വിഗ്രഹമാണ് ഈ കാണുന്നത്. ഈ നരസിംഹമൂർത്തിയുടെ വിഗ്രഹം 1991 പുഴയിൽ ത്യജിച്ചതാണ്. 2019 ജൂലൈയിലെ അഷ്ടമംഗല പ്രശ്നത്തോട് കൂടിയിട്ടാണ് പണ്ടുകാലത്ത് പുഴയിൽ ത്യജിച്ച വിഗ്രഹം തന്നെ വീണ്ടെടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന് കാണുകയുണ്ടായി. ഇത് ത്യജിച്ചതിന് ശേഷം വെള്ളപ്പൊക്കവും പ്രളയവും എല്ലാം വരികയും ചെയ്തിരുന്നു. ഈ വിഗ്രഹം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നല്ല നിശ്ചയമില്ല. ഈശ്വര കാരുണ്യം കൊണ്ട്, ഭഗവാന്റെ കൃപാ കടാക്ഷം കൊണ്ട് നമുക്ക് അന്ന് ത്യജിച്ച വിഗ്രഹം യാതൊരു കേടും കൂടാതെ കിട്ടുകയും ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും പൂർവ്വജന്മസുഹൃതം കൊണ്ട്, കാരണവന്മാരുടെ പൂർവ്വജന്മസുഹൃതം കൊണ്ടോ ആണ് നമുക്ക് ഈ വിഗ്രഹം തിരിച്ചു കിട്ടിയതും ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് ഇവിടെ പ്രതിഷ്ഠ നടത്തുവാൻ കഴിയുന്നത്. ഈ വിഗ്രഹമാണ് നമ്മൾ ഏപ്രിൽ 17-ാം തീയതി കൂടി 29 കൂടിയുള്ള ദിവസങ്ങളിൽ നവീകരണ കലശത്തോടുകൂടി പുനഃപ്രതിഷ്ഠ നടത്തുന്നത്. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയ്ക്കാണ് ക്ഷേത്ര പുനർനിർമ്മാണത്തിൻ്റെ താക്കോൽ ദാന ചടങ്ങ്. ആ ദിവസത്തെ ഗണപതി ഹോമം കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി തീയന്നൂർ ശങ്കരനാരായണ പ്രമോദാണ് ഗണപതി ഹോമവും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ചുക്കാൻ പിടിക്കുന്നതും. UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ഈ ക്ഷേത്രം നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം ക്ഷേത്രത്തിൻ്റെ താക്കോൽ ദാന ചടങ്ങ് നിർവഹിക്കുവാൻ ബദ്രീനാഥ് പൂജാരി റാവൽജി ആണ് സന്നിഹിതനായിരിക്കുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും സുഹൃതമായി നമ്മൾ കണക്കാക്കണം. ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനുള്ളിൽ അദ്ദേഹം വന്ന് നമുക്ക് ഈ ചടങ്ങ് നടത്തിത്തരുക എന്നുള്ളത് ശ്രീ ഗുരുവായൂരപ്പൻ്റെയും നരസിംഹമൂർത്തിയുടെയും കടാക്ഷം കൊണ്ട് ഒന്നു മാത്രമാണ്. ഹരേ ഗുരുവായൂരപ്പ. അടിതിറക്കോവിൽ ക്ഷേത്രം തന്ത്രി, ഇപ്പോഴത്തെ തന്ത്രി ചെറുതയൂർ ശ്രീജിത്ത് നമ്പൂതിരിപ്പാട് നമ്മളോടൊപ്പമുണ്ട്. ഈ ക്ഷേത്രത്തിനെ പറ്റി 2 വാക്ക് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം. 2019 ജൂലൈ മാസത്തിൽ ചെറുവള്ളി നാരായണേട്ടൻ്റെയും പുതുവായ ഹരിയേട്ടൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ അഷ്ടമംഗല പ്രശ്നം വെക്കേണ്ടായി. ആ അഷ്ടമംഗല പ്രശ്നത്തിൽ ചെറുതയൂർ
എൻ്റെ അപ്പൻ്റെ കൂടെയാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ അഷ്ടമംഗല പ്രശ്നം നടന്നത്. അപ്പോൾ ആ അഷ്ടമംഗല പ്രശ്നത്തിൽ കാണുകയുണ്ടായി 991 ത്യജിച്ച വിഗ്രഹം വീണ്ടെടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നുള്ളതാണ് അന്ന് പ്രശ്നത്തിൽ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുഴയിൽ മുങ്ങിത്തപ്പി വിഗ്രഹം വീണ്ടെടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ്. ഇനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം സാധിച്ചു. വിഗ്രഹം തിരിച്ചു കിട്ടി. അത് ഈ വരുന്ന 2024 ഏപ്രിൽ 17 മുതൽ 29 തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള, അതായത് നവീകരണ എല്ലാ പൂർണ്ണതയോടും കൂടിയിട്ടുള്ള നവീകരണ കലശ ചടങ്ങുകളോട് കൂടിയിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. അത് എല്ലാത്തിനും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം സാധിച്ചത്. എല്ലാം ഭംഗിയായി നടക്കുന്നു വിചാരിക്കുന്നു. നമസ്കാരം. കൃഷ്ണോ ലോഹിതാക്ഷപ്രദർദന പ്രഭൂതസ്ത്രികുബ്ധാമാ പവിത്രം മംഗളം വരം വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാദർശകൃതജ്ഞകൃതിരാത്മാൻ ശരണം സർമാ വിശ്വരേതാ പുനരാഭവ ഋതുസുദർശനകാല പരമേഷ്ഠീ പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷണോ വിശ്രാമോ വിശ്വദക്ഷിണ സുവർണോ വായുവാഹന ഗണോദ്ധരോ ധനുർവേദോ ദണ്ഡോ ദമൈതാനമ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയായോരിഹ പ്രിയകൃത്പ്രീതിവർദ്ധന യഥാംഗവാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ സാർഗധന്വാഗദാധര യഥാംഗവാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ ഹരേ ഗുരുവായൂരപ്പ ശരണം. ഈ ക്ഷേത്രത്തിലെ നവീകരണ കലശം പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ എല്ലാം ഈ ഏപ്രിൽ 17 തീയതി മുതൽ 29 തീയതി കൂടിയ ദിവസങ്ങളിൽ നടക്കുകയാണല്ലോ. ഈ പുനഃപ്രതിഷ്ഠയെ പറ്റിയിട്ടും നവീകരണ കലശത്തിനെ പറ്റിയിട്ടും പല ജനങ്ങൾക്കും ഒന്നും അറിയാവുന്നതല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. ഞാൻ കൊടക്കാട് കൃഷ്ണൻ നമ്പൂതിരി, ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിയാണ്. ഈ
ഏപ്രിൽ 17 മുതൽ 29 കൂടിയാണ് നമ്മുടെ അടിതിർക്കോവിൽ ക്ഷേത്രത്തിലെ നവീകരണ കലശം തുടങ്ങുന്നത്. ഏപ്രിൽ 17-ാം തീയതി വൈകുന്നേരം ആചാര്യവരണത്തോടു കൂടി 7 ദിവസങ്ങളിലായിട്ട് ക്ഷേത്രബിംബത്തിലെ ചൈതന്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള ഹോമങ്ങളും കലശങ്ങളുമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ മുറജപങ്ങളും നടക്കുന്നുണ്ട്. 8-ാം ദിവസം അനുജ്ഞാകലശങ്ങളാടുകയും 9-ാം ദിവസം ജീവോദ്വാസന, ജീവകലശ പൂജിക്കൽ എന്നീ അതിസങ്കീർണങ്ങളായ ക്രിയകളുമാണ് നടക്കുന്നത്. 10-ാം ദിവസം രാവിലെ, അതായത് ഏപ്രിൽ 26-ന് 10:20 മുതൽ 11:30 വരെയുള്ള മിഥുനം രാശി മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടത്തപ്പെടുന്നത്. ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അഖില ദേവീദേവന്മാർക്കും പൂജിക്കാനായിട്ട് ശ്രീകോവിൽ നട 3 ദിവസം അടച്ചിടും. ഏപ്രിൽ 29-ന് രാവിലെ 10:30-ന് സഹസ്രകലശാഭിഷേകം നടക്കും. അതിനു മുന്നോടിയായിട്ട് രാവിലെ 4:30-ന് നട തുറന്ന് നിർമാല്യ കലശങ്ങൾ, തലേ ദിവസം ചെയ്തതായ ഹോമകലശങ്ങൾ, തത്വകലശങ്ങൾ എന്നിവ അഭിഷേകം ചെയ്യുകയും ചെയ്യും. വളരെ പ്രാധാന്യമുള്ള ഈ സഹസ്രകലശാഭിഷേകത്തിന് ശേഷം ശ്രീഭൂതബലി നടത്തി പരിവാരങ്ങൾക്ക് കൂടി പ്രസന്നത വരുത്തിയിട്ട് ഈ സഹസ്ര കലശ ചടങ്ങുകൾ സമാപിക്കും. അപ്പോൾ ഈ നവീകരണ കലശത്തെ പറ്റിയും പുനഃപ്രതിഷ്ഠയെ പറ്റിയും എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടിതിർ കോവിലപ്പൻ്റെ അനുഗ്രഹവും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എല്ലാ ഭക്തജനങ്ങൾക്കും കിട്ടട്ടെ. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് ദർശനം നടത്തുകയും സാമ്പത്തികമായി സഹായ സഹകരണങ്ങൾ ചെയ്യുകയും വേണ്ടതാണ്. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നരസിംഹമൂർത്തേ നമഃ. സുരത്നാംഗരൈരന്വിതം ബാഹുദണ്ഡൈ ചതുർവിഷ്ടരൽ കങ്കണാലങ്കൃതാഗ്രൈ ഉദാരോദരാലങ്കൃത ഗുരുവായൂരപ്പ ശരണം. ഓം നരസിംഹമൂർത്തേ നമഃ. കോഴിക്കോട് മുക്കം കാരശ്ശേരി ദേശത്ത് ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് പ്രകൃതി സുന്ദരമായ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള നമ്മുടെ ഒരു നരസിംഹമൂർത്തി ക്ഷേത്രം, വിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രം. ഇത് എത്രയോ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നവീകരണം, പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുവാനിരിക്കെ അതിൻ്റെ മുന്നോടിയായി ക്ഷേത്ര സമർപ്പണമാണ് ഇന്ന് നടന്നു കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നവീകരണ ചടങ്ങ് ഏപ്രിൽ 17 മുതൽ 29 വരെ നടക്കുകയാണ്. ഈ ക്ഷേത്രത്തിനെപ്പറ്റി, ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി ഈ ദേശവാസിയായ രാധാകൃഷ്ണേട്ടൻ കുട്ടിക്കാലം മുതലേ ഇവിടെ കളിച്ചു വളർന്ന് വലിയ ആളായതാണ്. ഈ അമ്പലത്തിലെ കമ്മിറ്റിയിൽ പല സമയത്തും പ്രസിഡൻറ്റും സെക്രട്ടറിയും ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള
ഒരു ചരിത്രം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ നാരായണായ നരസിംഹമൂർത്തി നമ. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഇവിടെ ശ്രീകോവിലിൻ്റെ പണി കഴിപ്പിക്കുന്ന കാലം കേടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് ആ കാലത്തൊന്നും അമ്പലത്തിൽ കയറാൻ പാടില്ല ഇവിടേക്ക്. അപ്പോൾ ഈ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്റ്റെപ്പ് കൊണ്ട് കയറുന്ന അവിടെ നിന്ന് ദൂരേന്ന് തൊഴുതിട്ട് പോകുന്നല്ലാണ്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറാനോ അല്ലെങ്കിൽ മുത്തിട്ട് കയറാനോ പാടില്ലാത്തൊരു കാലമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അമ്പലം ക്ഷയിച്ചു. ഗുരുവായൂർക്കാരതാണ്, കീഴ്ശാന്തിക്കാരതാണ് ഈ ഉരായ്മപ്പെട്ട ഈ അമ്പലം. മുമ്പിൽ കരുവട്ടമ്പലമുണ്ട്. അത് പൂർണ്ണമായിട്ടും പൊളിഞ്ഞു കിടക്കായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വാവുകാരം മുടങ്ങാണ്ട് നടത്തലുണ്ടായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് വരും വന്നൊരു അപ്പോൾ അവരാരെങ്കിലും വരും. അക്കരപ്പള്ളി തിരുമേനിൻ്റെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ, പിന്നെ മേച്ചേരി തിരുമേനി, ഇവരൊക്കെയാണ് അന്നൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവർ അച്ഛനോട് പറഞ്ഞ പ്രകാരം ശ്രീകോവിലിൻ്റെ പണി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉള്ളിലേക്ക് കയറാനോ ഈ വട്ട ശ്രീകോവിലാക്കിയിട്ട് മേലെ ഓടന്ന് ഇത് വാർപ്പാക്കിയിട്ട് അന്ന് എനിക്കത് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു കാര്യം നടന്നത്. അങ്ങനെ അത് വളരെ വർഷങ്ങൾ മുമ്പാണ്. പിന്നെ ഇത് തന്നെയാണ് കഥ. അപ്പോൾ പിന്നെയാണ് ഇവിടെ ക്ഷേത്രം പലപ്പോഴും നമ്പൂരി സ്വന്തമായിട്ട് വരിക, തുറക്കുക, അങ്ങനത്തെ ഒരു ഇതല്ലാണ്ട് ഇല്ലല്ലോ. എല്ലാവരും ഗുരുവായൂരാണ്. ഇവിടെ 3 ഇല്ലക്കാർ മാത്രമേ 13 ഇല്ലക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 3 ഇല്ലക്കാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് ഈ അക്കാരപ്പള്ളി, തിരുവാലൂർ, കൊടക്കാട്, ഇങ്ങനെ അത് പറയാൻ പറ്റിയ അവരാണ്. അപ്പോൾ ഇവിടെ പഴയ കാലത്ത് പൂർവികമായിട്ട് പറയണ 48 ഇല്ലങ്ങളുണ്ടായിരുന്നു കാരശ്ശേരി എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ കാരശ്ശേരി ക്ഷേത്രപ്പുറം അല്ലെങ്കിൽ ഇല്ലപ്പുറമ്പല്ലാത്ത കാണില്ല. അപ്പോൾ ഇതിൻ്റെ ഉരായ്മയിൽ തന്നെ എന്താ കക്കടത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. മുന്നിൽ ഒരു ബലരാമൻ്റെ റോഡ് സൈഡിൽ ഒരു അമ്പലം, പിന്നെ ഇത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അന്ന് ഇവിടെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സൗകര്യം കിട്ടിയത്. അന്നത്തെ തിരുവാലൂർ തിരുമേനി കുമാരൻ നമ്പൂരി പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറേ ആൾക്കാർ വിളിക്കണം. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് ട്രസ്റ്റി HRCയിൽ പോവാണ്. അവിടെ ചെന്നപ്പോൾ ഇവിടെ അമ്പലം നന്നാക്കൊണ്ടും കാര്യങ്ങൾ പ്രശ്നങ്ങളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. അവർ പറയണം അമ്പലത്തിൽ വേണ്ട കാര്യങ്ങൾ നീക്കിക്കോളൂ, വേണ്ട ചെയ്തോളൂ. അത് കേട്ടോടുകൂടി ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ വലിയൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി നിത്യ കാര്യങ്ങൾ നടത്താനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. ആ സമയത്താണ് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാനുള്ളൊരു സ്വാതന്ത്ര്യം ഈ കുമാരൻ നമ്പൂരി മുഖേന വരുന്നത്. പിന്നെ ഞങ്ങളമ്പലം എന്നുള്ളൊരു നിലപാടാണ് അന്ന് അത് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതായി ഇതിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു സ്വർണ്ണപ്രശ്നം, കാര്യങ്ങൾ നീക്കണമല്ലോ. അപ്പോൾ അത് ചെറുതേരി തിരുമേനി കുറച്ച് വരാൻ വിഷമം കാര്യങ്ങളൊക്കെ ആയപ്പോൾ വേറെ വാടേരിനെ തിരുമേനി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് പിന്നെ ഇവിടെ. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പരശുരാമ പ്രതിഷ്ഠയാണെന്നും ഇതിൽ ദ്രവ്യ കലശം നടത്തണമെന്നും പറയാണ് ഈ അന്നത്തെ സ്വർണ്ണപ്രശ്നത്തിൽ. അപ്പോൾ അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെച്ച നിലപാടിലാണ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ എന്താ വെച്ചാൽ പിന്നെ ഒരു സെറ്റൊക്കെ മൈക്ക് സെറ്റ് വെക്കും. അപ്പോൾ ശബരിമല പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഏർപ്പാടാക്കും. അപ്പോൾ ഈ പ്രദേശത്ത് ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി ഭജന. അപ്പോൾ കോഴിക്കോട് പോയി ഞാൻ ഭജനയൊക്കെ പഠിച്ചു വരും. അങ്ങനെ ഭജനയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. അങ്ങനെ 1, 2 ബസ്സിൽ 2, 3 ബസ്സിൽ ഞങ്ങൾ ഇവിടെ ശബരിമലയ്ക്ക് ആളെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വരുമാനം ഇവിടേക്ക് പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അന്നേ ചിലവാക്കി പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്ന ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന വിഗ്രഹം മാറ്റണം. അപ്പം ഞാൻ എൻ്റെ ഒരു മികവ് പറയല്ല, പിന്നെ ഇതിൻ്റെ പൈസ എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ചോദിക്കണം അതിൻ്റെ സംഭാവന, അതിൻ്റെ എത്ര പൈസയാണ് ഇവർ ഞാൻ സമിതിയിലേക്ക്, ഞാൻ കമ്മിറ്റിയിലേക്ക് സംഭാവന കൊടുക്കാം, ആ വിഗ്രഹം കൊത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ലതാണ് എന്ന് പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്.
ഈ വിഗ്രഹം മാറ്റാൻ വേണ്ടിയിട്ട് അല്ല, അന്ന് അങ്ങനെയല്ല. അന്ന് ഈ ദ്രവ്യകലശം എന്നാണല്ലോ പറഞ്ഞേ. അത് പറഞ്ഞ പ്രകാരം കാര്യങ്ങളൊക്കെ നീക്കി പോരുമ്പോഴാണ്, എനിക്കറിയില്ല, ഒരാൾ പറഞ്ഞ, എൻ്റെ സുഹൃത്ത് ഒരു വലിയ ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ മാറ്റാൻ പാടില്ലാത്തൊരു വിഷ്ണുവിൻ്റെ വിഗ്രഹം പുഴയിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് മൂപ്പര്. അപ്പോൾ മൂപ്പര് വിചാരിച്ചാൽ അത് കിട്ടുള്ളൂ. മൂപ്പരോട് അത് എടുക്കാൻ വേണ്ടി പറയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബേപ്പൂർ പോയിട്ട് മുങ്ങലാരെ ഏൽപ്പിക്കണം. അപ്പോൾ കമ്മിറ്റിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്നത്തെ മൂത്തയുടെ തിരുമേനോട് ഞാൻ പറയാണ്, ഞങ്ങളിങ്ങനെ വിഗ്രഹം നോക്കാൻ വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ പിന്നെ തിങ്കളാഴ്ച ശനിയാഴ്ച വരുന്ന നോക്കാൻ വരും, തിങ്കളാഴ്ച അന്ന് എടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ബേപ്പൂർ നാളെ വന്ന സമയത്ത് ഈ വന്ന ആൾ പറഞ്ഞ ഒരു കൂട്ട പ്രാർത്ഥന വേണമെന്ന്. അത് പ്രകാരം കൂട്ട പ്രാർത്ഥന നേരെ ഞങ്ങൾ പുഴയിലേക്ക് പോയത്. ഈ പുഴയിലേക്ക് ചെന്നാൽ ചെറിയ തോണിയുണ്ട്, വലിയ തോണിയുണ്ട്. ഞങ്ങൾ വലിയ തോണിയിലും കയറി, വേറെ ചെറിയ തോണിയിൽ ഇവരും കയറി. അങ്ങനെ ഏകദേശം ഈ നേരെയാണ് ഇതിൻ്റെ എന്നുള്ളൊരു രൂപമുണ്ടല്ലോ, അത് പ്രകാരം നമ്മളത് ചെയ്തും കൊടുക്കുകയാണ്. അങ്ങനെ തോണി അവിടേക്ക് വെച്ച് ഈ മുങ്ങുലാരെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങി ചെന്ന് തൊട്ടത് വിഗ്രഹത്തിലാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞാൽ കയറെടുക്കി. അപ്പോൾ കയറായിട്ട് രണ്ടാമത്തെ മുങ്ങലിന് അയാൾ വിഗ്രഹമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇത് വലിയ തോണിയാണ്, ഇതിൽ മണലുണ്ടായിരുന്നു. ഈ തോണിയിൽ മണലിൽ ഈ വിഗ്രഹം കൊണ്ട് വെക്കുക ചെയ്ത്. പിന്നെ ഞങ്ങൾക്കൊന്ന് തോണി വലിപ്പം പോരാ, കാര്യം പറയാലോ. അങ്ങനെ എന്തിനു പറയുന്നത്, പിന്നെ ഫോണ് എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. ഫോണ് പിന്നെ അങ്ങോട്ട് ഫോൺ എല്ലാവരും ഫോൺ വിളി നടന്ന് ഈ ഫോൺ വിളിച്ചോട് കൂടി ഗുരുവായൂരിന്ന് ഇവർ ഇവിടേക്കല്ല വരുന്നത്, വേറെ ഇടയ്ക്ക് പോവാണ്. ആ വരവ് അവർ നേരെ ഇവിടത്തേക്ക് വരികയാണ്. അങ്ങനെ എന്തിനു പറയുന്നത്, രണ്ടാമത്തെ മുങ്ങലിന് പിന്നെ വിഗ്രഹം എടുത്ത് ഇതിൽ വെച്ച് പിന്നെ പീഠം വേണമല്ലോ, പ്രതീക്ഷിക്കണ പീഠം വേണ്ടേ. അപ്പോൾ അയാൾ വീണ്ടും മുങ്ങാണ്. ആ പീഠം അവിടെ തന്നെ കിടക്കുന്നു. അങ്ങനെ പീഠം കിട്ടി. അങ്ങനെ തോണിയിൽ ഇത് വെച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ കടവ്, ആ കടവിൻ്റെ സ്റ്റെപ്പിൽ വെച്ചിട്ട്, അപ്പോൾ അന്ന് മധുവാണ് പൂജാരി. മധു വന്ന് ഈ വിഗ്രഹം തടയിൽ വെച്ചു, കഴുകിയ സമയത്ത് വളരെ വൃത്തിയുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് പിന്നെ അപ്പോൾ എടുത്തുകൊണ്ട് ദണ്ട് വേണം, ഇതെല്ലാം എടുക്കാൻ വേണ്ടി ദണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നു. ഈ എവിടെ വെക്കണം എന്നുള്ളൊരു ചോദ്യം വന്നു. എന്തായാലും അകത്തേക്ക് കയറ്റാൻ പറ്റുമല്ലോ എന്നുള്ളൊരിത് വന്ന സമയത്ത് തൽക്കാലം പുറത്ത് വെക്കുക എന്ന് പറയും. പിന്നെ ഗുരുവായൂരിൽ വന്നേരെയാണ് അകത്തേക്ക് വെക്കാനുള്ള ഇതാക്കിയത്. ആ സമയത്ത് പിന്നെ എന്താ ഇത് വേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ചിന്തിച്ചു. അപ്പോൾ രണ്ട് തർക്കം വന്നു. തർക്കം വെച്ചാൽ പഴയത് വെക്കണോ അല്ല പഴയത് എന്ത് ചെയ്യും എന്നുള്ള അപ്പം അഭിപ്രായങ്ങൾ വന്നപ്പോൾ എന്തായാലും അതിനെപ്പറ്റി പുഴയിൽ നിന്ന് എടുത്തതാണ് വെക്കേണ്ടത്, ബാക്കി ആലോചിച്ച് അതുപോലെ സൗകര്യം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ പ്രകാരം ശ്രീകോവിലിൻ്റെ കാര്യങ്ങൾ നോക്കിയ സമയത്ത് ശ്രീകോവിൽ കേടാണ്. അപ്പോൾ കേടായ ശ്രീകോവിൽ നന്നാക്കാൻ വേണ്ടി ആലോചിച്ച സമയത്ത് ദേവസ്വം ബോർഡും ഗുരുവായൂർ ആക്റ്റീവായിട്ട് എല്ലാവരും ഗുരുവായൂരുകാരും പിന്നെ സജീവമായിട്ട് രംഗത്ത് വന്നു. എന്തെങ്കിലും ഒരു കാര്യം 10-15 ആൾക്കാരെ വരിക, വേനൽ അവർ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ കർമ്മ അവരായിക്കോളല്ലോ, തന്ത്രി അവരാണ്. അപ്പം പിന്നെ പൈസേൻ്റെ കാര്യത്തിലും കാര്യമൊക്കെ ഇവിടെ അധികം ആൾക്കാർ കൃഷിക്കാരാണ്. അപ്പോൾ ഇതിനൊക്കെ ധനത്തിൻ്റെ ഒരു വിഷയം വരുമല്ലോ. അങ്ങനെ എന്താ പറയണ്ടേ, ഈ ശ്രീകോവിലിൻ്റെ കാര്യത്തിൽ നോക്കിയ സമയത്ത് HRC ദേവസ്വം ബോർഡും എല്ലാവരും കൂടിയിട്ട് പണി തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ തേക്കിൻ്റെ ഇത് വെച്ച് ചെമ്പോല മെയ്യാന്നാണ് അന്നത്തെ തീരുമാനം. അപ്പോൾ ഓരോരുത്തർ തേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടുന്ന് 1-2 തേക്ക് മുറിച്ചിട്ടുണ്ടാകും സംശയമുണ്ട്, ഓരോരുത്തർ കൊടുത്തു. ആ പണി ഇങ്ങനെ തകൃതിയിൽ നടക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും ശ്രീകോവിലേക്ക് വിഗ്രഹം വെക്കണം എന്നുള്ളത് വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് UK ഒരു ട്രസ്റ്റ് വരുന്നത്. എന്താ പറയണത്, ഇതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ എല്ലാ ചിലവും ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട്, അത് ഭഗവാന്റെ ഒരു കൃപ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ കൂടി ചിന്തിക്കാൻ പറ്റാത്തൊരു വിഷയമാണത്. അങ്ങനെ അവർ വന്നിട്ട് ഇതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, ചുരുക്കി പറയാലോ, ഈ പിന്നെ ഷടാധാര പ്രതിഷ്ഠയോട് കൂടിയാണ് ശ്രീകോവിൽ ഉണ്ടാക്കിയത്. ഈ ചുറ്റമ്പലത്തിൻ്റെ കാര്യത്തിൽ എന്താ പറയണ്ടേ, കംപ്ലീറ്റ് ഇങ്ങനെ നിരത്തി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു തരിശ് ഭൂമി പോലത്തെ അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഇവിടെ പണി തുടങ്ങിയത്. അങ്ങനെ
എന്തായാലും ഭഗവാന്റെ വലിയ കൃപയോട് പറഞ്ഞാൽ പോരല്ലോ, അതിൻ്റെ എത്രയാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ പറ്റൂല. അപ്പോൾ ആ സംഗതി കൊണ്ട് എന്താ പറയണ്ടേ, ചുറ്റമ്പലം ആയി അവർ പറയുന്നു ഭക്ഷണത്തിൻ്റെ ഊട്ടുപുര അവരാക്കിക്കോളാം, അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ സ്വപ്നത്തിലും കൂടി പ്രതീക്ഷിക്കാത്ത അത്രയും കാര്യങ്ങൾ എന്താ പറയണ്ടേ ഈ കാര്യങ്ങൾ ഇവിടെ നടന്നു. അതിൻ്റെ ഒരു സമർപ്പണമാണ് ഇന്ന് ഇവിടെ നടന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇവിടെ മുമ്പ് ഇങ്ങനെ ആയിരുന്നു എന്താ പറയണ്ടില്ലല്ലോ. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള സ്ഥലം തന്നെ ഒരു 1.5 ഏക്കറാണ് ഈ പിന്നെ ഒരു ആർക്കോ കൈമാറിയിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഞങ്ങളെ കൂടി തന്നെ മെനക്കെട്ട് അത് ഭഗവാന്റെ കൃപയും അങ്ങനെയല്ലോ. അതുകൊണ്ട് ഇപ്പം ഈ ചുറ്റും 1.5 ഏക്കറ ഭഗവാന്റെ ഈ കാണുന്ന ഈ സ്ഥലങ്ങൾ മുഴുവനും അപ്പം വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് റബ്ബർ വെച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ആവശ്യം വന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയണ്ടേ അതെല്ലാം മുറിച്ച് ഇപ്പോൾ വണ്ടി നിർത്താനും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളായി. അങ്ങനെ ആ കാലത്തേ ഗുരുവായൂരിന്ന് ഇവർ പറയുന്നു എന്താ വെച്ചാൽ ഇവിടെ മുതൽ റോഡ് വരെ വയൽ ഞങ്ങളെ അച്ഛൻ്റെ വയലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വീതിച്ച് തന്നേ അത് പ്രകാരം അന്നേ ഇവർ പറയൂ. പിന്നെ അച്ഛനുള്ള കാലത്തെ ഇവർ പറഞ്ഞിരുന്നു ഇവിടെ നിന്നൊരു വഴി വേണം, ഞങ്ങൾക്ക് ഇങ്ങനെ ചളിയിലല്ല വരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇതിന് പറയാലോ. അതിൻ്റെ നിമിത്തം പിന്നെയാണ് വന്നത്. അതിൽ ഇവിടുന്ന് ഇറങ്ങുന്ന മുതൽ ഒരു 10-70 സെൻറ്റിലധികം ഭഗവാനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്ര നമ്മൾ ഫ്രീ ആയിട്ട് സ്ഥലം വിട്ടുകൊടുത്തു. അതിപ്പോൾ നിമിത്തം എന്ന് പറഞ്ഞാൽ ഒരു 4 ദിവസം 5 ദിവസം മുമ്പാണ് ആ റോഡ് നമ്മൾ കയറുന്നിടത്ത് ഒരു ആചാര സ്ഥലമായിരുന്നു. അതൊരു 4 ദിവസം മുമ്പാണ് വിട്ട് കിട്ടിയത്. ഏതായാലും 12 അടി വീതിയിൽ ഇപ്പോൾ റോഡും നിന്ന് ഇവിടെ അമ്പലത്തിലേക്കുള്ള വഴിയായി കഴിഞ്ഞു, ഇവിടെ അമ്പലമായി കഴിഞ്ഞു. ഇതൊക്കെ ഒന്ന് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനിയിപ്പം നാട്ടുകാരെ എല്ലാവരും സഹകരണവും അതിലുപരി ഗുരുവായൂർക്കാർ അത്ര ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവരെ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ പറയണ്ടേ നല്ലൊരു നിലപാട് കൂടി ഇത് ആയിക്കഴിയും ആവും എന്നുള്ളത്. ഇപ്പോൾ ശബരിമല ആലോചിച്ച് നോക്കട്ടെ, എത്ര മലേൻ്റെ മേലെയാണ്, അവിടെ എത്ര ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഈ ഇപ്പോൾ ഒരു റോഡ് സൈഡല്ലാന്ന് പക്ഷെ ഇപ്പോൾ റോഡായി, ഈ ആൾക്കാരൊക്കെ വരും, ഈ അമ്പലം നന്നാവും എന്നുള്ളൊരു വളരെ പരിപൂർണ ശുഭാപ്തി വിശ്വാസം നമുക്ക് ഇതിൽ പറയാനുണ്ട്. അപ്പോൾ ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ താക്കോൽ ദാന ചടങ്ങാണ് ഇന്ന് നടന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള പുനഃപ്രതിഷ്ഠ, ക്ഷേത്ര പുനരുദ്ധാരണമെല്ലാം ഏപ്രിൽ 17 മുതൽ 29 കൂടിയ ദിവസങ്ങളിലാണ് നടക്കുന്നത്. നരസിംഹമൂർത്തിയുടെ കാരുണ്യം കൊണ്ട്, ഈ ദേശവാസികളുടെ എല്ലാവരുടെയും കാരുണ്യം കൊണ്ട്, ഊരാളന്മാരുടെ കാരുണ്യം കൊണ്ട്, ഈ വാതാലയ ട്രസ്റ്റ് UK ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ കാരുണ്യം കൊണ്ട്, എല്ലാവരുടെയും കാരുണ്യം കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനും നരസിംഹമൂർത്തിയും കൂടി അവരെ ഒരു നിമിത്തമാക്കി ഈ അമ്പലത്തിൻ്റെ പണികളെല്ലാം ഒരുവിധം ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി പ്രതിഷ്ഠ നവീകരണ ചടങ്ങുകളാണ് നടക്കുന്നത്. ഇതിനും എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. ഈ നാട്ടുകാരായ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ദിവസേന വന്ന് ദർശനം നടത്തി ഈ മൂർത്തിയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, വേണ്ട വിധത്തിൽ ചെയ്യണം. എന്നിട്ട് ഉത്തരോത്തരം ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ ഓം നരസിംഹമൂർത്തിയെ നമഃ. तोष्टुमर्हति समे हरि उग्रजाते അപ്പോൾ അത് അതിൻ്റെ ചില പ്രശ്നങ്ങളായിട്ടൊന്ന് പോയതാണ്.